ഇന്ന് ഞങ്ങൾ നേരത്തെ എണീറ്റു. ഞങ്ങൾ ഓസ്ട്രേലിയയിലത്തെ വേറൊരു സ്റ്റേറ്റിലേക്ക് വന്നേക്കുവാണ്. ക്വീൻസ്ലാൻഡ് എന്ന് പറഞ്ഞ വലിയൊരു സ്റ്റേറ്റിലേക്ക്. ഇന്നലെ ഞങ്ങൾ പോന്നു. സിഡ്നിയിൽ നിന്ന് ഞങ്ങൾ ഫ്ലൈറ്റിൽ ഇവിടെ എത്തി. ഞങ്ങൾ സ്റ്റേ ഒക്കെ ചെയ്ത് ഇന്ന് രാവിലെ എണീറ്റ് ഇപ്പോൾ 7 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലമാണ് ഗ്രേറ്റ് ബാരിയർ റീഫ്. കേൺസ് എന്ന് പറഞ്ഞൊരു സിറ്റിയാണ്. കേൺസ് എന്ന് പറഞ്ഞൊരു ടൗൺ, കുഞ്ഞു ടൗണാണ്. അവിടുന്ന് ഗ്രേറ്റ് ബാരിയർ റീഫ് കാണാൻ വന്നേക്കുവാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ക്രൂസിൽ കയറി ഒരു 1.5 മണിക്കൂർ കടലിൻ്റെ ഉള്ളിലേക്ക് പോകണം. അവിടെയാണ് ഗ്രേറ്റ് ബാരിയർ റീഫ്. അപ്പോൾ അത് കാണാൻ പോവാണ്. ഗ്രേറ്റ് ബാരിയർ റീഫ് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര സംഭവമാണ്. അത് ഞാനിങ്ങനെ പതുക്കെ അതിൻ്റെ ഓരോ കാര്യങ്ങളായിട്ട് പറയാം. ഉണ്ടല്ലോ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞങ്ങൾ. കാരണം എന്താ വെച്ചാൽ നാട്ടിൽ നിന്ന് ഫുൾ ടീം എത്തിയിട്ടുണ്ട്. മമ്മിയും ഡാഡി, ചേച്ചിയുടെ ഫുൾ ഫാമിലി എല്ലാവരും ഇവിടെ ഉണ്ട്. കഴിഞ്ഞ വെക്കേഷന് അവർ ഫുള്ള് ഞങ്ങളുടെ കൂടെ UK ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ വെക്കേഷൻ അവരിവിടെ ഓസ്ട്രേലിയയിലേക്ക് വന്നേക്കാണ്. അപ്പോൾ എല്ലാവരും കൂടി ഒരു വലിയ ഗ്യാങ് ആയിട്ടാണ് ഞങ്ങൾ പോണത്. ഞങ്ങൾ ക്രൂസിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ ഇതിനകത്ത് സ്കൂബ ഡൈവിങ്, സ്നോർക്കലിംഗ് അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഒരു മെഡിക്കൽ ഡിക്ലറേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. അതാണ് ഇപ്പോൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗ്രേറ്റ് ബാരിയർ റീഫ് എന്തുകൊണ്ടാണ് ഇത്രയും സ്പെഷ്യൽ, അതല്ലെങ്കിൽ അതൊരു ഭയങ്കര സംഭവമാണ് എന്തുകൊണ്ടാണ് പറയണതെന്നുള്ള കാരണങ്ങളാണ് ഇനി പറയുന്നത്. അതായത് അതിൻ്റെ ഒന്നാമത്തെ കാരണം ഇതാണ് ലാർജസ്റ്റ് ലിവിങ് തിങ്, അതായത് ജീവനുള്ള ഏറ്റവും വലിയ സാധനം ഈ ഭൂമിയിലത്തെ. ഏറ്റവും വലുത് എന്ന് പറയുമ്പോൾ ഇത് കിടക്കുന്നത് ഒരു 2300 കിലോമീറ്റർ സ്ട്രെച്ച് ചെയ്തിട്ടാണ് ഈ ഗ്രേറ്റ് ബാരിയർ റീഫ്. ഗ്രേറ്റ് ബാരിയർ എന്ന് പറഞ്ഞാൽ പവിഴപ്പുറ്റുകൾ, അങ്ങനത്തെ പുറ്റുകൾ 2300 കിലോമീറ്റർ, അതായത് അതിൻ്റെ ഒരു സ്ക്വയർ മീറ്റർ എടുക്കുകയാണെങ്കിൽ UK എന്നുള്ളൊരു രാജ്യത്തേക്കാൾ വലിയ അത്രയും ദൂരം ഇത് കിടക്കുന്നുണ്ട്. ഇതാണ് ഒരേ ഒരു സാധനം, അതായത് സ്പേസിൽ നിന്നോ മൂണിൽ നിന്നൊക്കെ എർത്തിനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് കാണാൻ പറ്റുന്ന ഒരേ ഒരു ലിവിങ് തിങ് എന്ന് പറയുന്നത് ഇതാണ്. ഈ 2300 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാം അതിൻ്റെ ഒരു വ്യാപ്തി എത്രയുണ്ടെന്നുള്ളത്. അപ്പോൾ അതിനകത്ത് ഒരു 2900 റീഫുകളുണ്ട്. റീഫ് എന്ന് വെച്ചാൽ പവിഴപ്പുറ്റ്, അതാണ് സംഭവം. പിന്നെ അതിനകത്ത് തന്നെ 90 ഐലൻഡുകൾ, കുട്ടി ഐലൻഡുകളായിട്ടുണ്ട്. അതായത് ഒരു 70 മില്യൺ ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ അത്രയും സ്പേസ്, 70 മില്യൺ. അതിൻ്റെ ഒരു വലിപ്പം കാണിക്കാനാണ്. അതുകൊണ്ട് തന്നെയാണ് അത് നാച്ചുറൽ വണ്ടേഴ്സ്, 7 നാച്ചുറൽ വണ്ടേഴ്സിൽ ഒന്നാണ് ഈ ഗ്രേറ്റ് ബാരിയർ റീഫ് എന്ന് പറയുന്നത്. ഞങ്ങൾ എടുത്തൊരു ക്രൂസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രാവിലെ 7:30 തൊട്ട് വൈകിട്ട് 5:30 വരെ, അതാണ് അതിൻ്റെ ഒരു സമയം. എന്ന് വെച്ചാൽ ഈ 7:30 എന്ന് പറഞ്ഞാൽ ബോർഡിങ് കഴിഞ്ഞ് ഒരു 8 മണിക്ക് ഇപ്പോൾ തുടങ്ങി 2.5 മണിക്കൂർ സെയിൽ ചെയ്ത് ഉള്ളിലെത്തിയപ്പോൾ 10:30. അത് കഴിഞ്ഞ് അവിടെ ഒരു ഈ റീഫ് ലൊക്കേഷനിൽ നിർത്തും. എന്നിട്ട് ആൾക്കാർക്ക് സ്നോർക്കിൾ ചെയ്യാം, സ്കൂബ ഡൈവിങ് ചെയ്യാം, ഇത് കാണാനായിട്ട്. എന്നിട്ട് അതെല്ലാം ചാടി കണ്ട് പിന്നെ വേറൊരു ലൊക്കേഷനിൽ കൊണ്ടും അവിടെ ജമ്പ് ചെയ്യാം. അങ്ങനെ അവിടെ അതൊക്കെ ചെയ്ത് ഇതിൻ്റെ ഇടയിൽ ലഞ്ച് ഉണ്ട്, ഒരു ഫുൾ ബുഫേ ലഞ്ച് ഉള്ളിൽ തന്നെ. അത് കഴിഞ്ഞ് തിരിച്ച് സെയിൽ ചെയ്യാം. അത് കഴിഞ്ഞ് ഞങ്ങളവിടെ എത്തി.
ഞാൻ ആദ്യമേ ചാടയില്ല, എനിക്ക് വെള്ളം നല്ല പേടിയുള്ള ഒരാളായതുകൊണ്ട് ഞാൻ ചാടുന്നില്ല, കൂടെ ഉള്ളവർ ചാടി മേലെ കൂടെ കാണാം എന്നൊക്കെയായിരുന്നു പ്ലാൻ. പക്ഷേ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ കാണാൻ പറ്റില്ല, മമ്മിക്കും ഡാഡിക്കും എന്തായാലും വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളൊക്കെ തീരുമാനിച്ചിരുന്ന ഗ്ലാസ് ബോട്ടം ബോട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവർ പറഞ്ഞിരുന്നു, വെതർ പെർമിറ്റിംഗ് ആണെങ്കിൽ. അപ്പോൾ ഞങ്ങൾ അതിൽ കൂടെ കാണാമെന്നുള്ള പ്ലാനിലൊക്കെ അവിടെ എത്തി. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല ഭയങ്കര റഫ് സീ ആയിരുന്നു, ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗ്ലാസ് ബോട്ട് എന്ന് പറഞ്ഞൊരു കുട്ടി ബോട്ടാണ്, ഗ്ലാസ് അടിയിലൊക്കെ ആയിട്ട്. അപ്പോൾ അവരത് കൊണ്ടുവന്ന് കാണിച്ചു തന്നു. ആ ബോട്ടിലേക്ക് കടക്കണമെങ്കിൽ തന്നെ ബോട്ട് ഇങ്ങനെ പൊട്ടയെന്ന് അടിക്കുകയാണ് വേവ്സിൽ. അപ്പോൾ അവർ എന്തോ ഒരു കണക്ക് പറഞ്ഞു, അതായത് 15 knots എന്തോ കാറ്റിൻ്റെ ഒരു സ്പീഡിൻ്റെ കാര്യം. അപ്പോൾ അത് 15 ഉണ്ട്, വിച്ച് മീൻസ് സീ ഭയങ്കര റഫാണ്. 10 താഴെയൊക്കെ ആണെങ്കിൽ ഭയങ്കര കാം സീലാണെങ്കിലാണ് ഈ ഗ്ലാസ് ബോട്ടത്തിൽ കൂടെ നോക്കിയാലും ശരിക്കും കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട്. ആക്ച്വലി പറയുകയാണെങ്കിൽ എനിക്കും ഡാഡിക്കും മമ്മിക്കൊക്കെ പിള്ളേർക്കും ഒരു വേസ്റ്റ് ആയിരുന്നു എന്ന് പറയാം. കാരണം ഞങ്ങൾക്ക് നന്നായിട്ട് കാണാനൊന്നും പറ്റിയില്ല. പക്ഷേ ചേച്ചി, ചേട്ടൻ, അനൂപൊക്കെ സ്നോർക്കിൾ ചെയ്തു, അവർ ചാടി, അവർ കണ്ടു, അവർ വന്നു. ഗ്ലാസ് ബോട്ടം ബോട്ട് അവർ കൊണ്ടുവന്നൊക്കെ കാണിച്ചു തന്നു കേട്ടോ. കാരണം മമ്മിയും ഡാഡിയും ഞാനൊക്കെ ഒന്നും ചെയ്യാണ്ടിരിക്കണുണ്ട്. അപ്പോൾ അവർക്ക് തന്നെ വിഷമമായി തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞു പറ്റാത്തതുകൊണ്ടാണ് പറഞ്ഞാൽ അവർ കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റുമെന്ന് ഞങ്ങളൊരു ശ്രമമൊക്കെ നടത്തി. പക്ഷേ ഇങ്ങനെ അടിക്കുകയാണ് ബോട്ട് തിരമാലയിൽ. അപ്പോൾ ഞങ്ങൾ കയറിയില്ല. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഈ ഞങ്ങളുടെ ക്രൂസിൻ്റെ ക്യാപ്റ്റൻ പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, ഫുഡൊക്കെ ഇട്ട് കൊടുത്ത് താഴെയുള്ള മീനുകളൊക്കെ ഞാൻ മേലേക്ക് കൊണ്ടുവരാം, ഞാനത് എടുത്ത് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ കറി ബീഫ് പാറ്റിയുമൊക്കെ ഇങ്ങനെ ഇട്ട് വെള്ളത്തിലേക്ക് ഇട്ട് നിറയെ മീനുകൾ, എന്തൊരു ഭംഗിയ, ഇങ്ങനെ വട്ടത്തിൽ വരെ കളർഫുള്ളായിട്ട് ഇങ്ങനത്തെ മീനുകളൊക്കെ കുറേ മീനുകൾ ഇങ്ങനെ വന്നു. അതൊക്കെ കണ്ടു. എൻ്റെ ആൾ ഒരെണ്ണത്തിനൊക്കെ ഇങ്ങനെ പിടിച്ചൊക്കെ കാണിച്ചു തന്നു. അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. തൊടാനൊക്കെ പറ്റി, ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അവർ പറയുന്ന ഈ പവിഴപ്പുറ്റുകൾ സീയിൽ നിന്ന് അല്ലെങ്കിൽ ഷോറിൽ നിന്ന്, നമ്മുടെ കരയിൽ നിന്നൊരു 9 മൈൽ തൊട്ട് 93 മൈൽ അത്രയും ഡിസ്റ്റൻസിലാണ് ഈ പവിഴപ്പുറ്റുകൾ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ സ്പേസിൽ നിന്നുള്ളത് കാണാം, നമുക്കിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്നത്, ഇങ്ങനെ പവിഴപ്പുറ്റുകളുടെ ഇമേജ് സ്പേസിൽ നിന്ന് കാണാൻ പറ്റുന്ന ഫോട്ടോകളൊക്കെ നമുക്ക് ഗൂഗിൾ ചെയ്താൽ കാണാൻ പറ്റും. ഈ പവിഴപ്പുറ്റുകൾ ഉണ്ടായിട്ടുള്ളത് 20,000 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അത്രയും കാലം മുമ്പ് ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ടെമ്പറേച്ചർ ചേഞ്ചും ക്ലൈമറ്റ് ചേഞ്ചും കൊണ്ട് കുറേ നശിച്ചു പോയി, പിന്നെയും കുറേ ഉണ്ടായി. എന്നിട്ട് ഇപ്പം ഇവിടെ നിലനിൽക്കുന്ന ഈ പവിഴപ്പുറ്റുകൾ ഉണ്ടായിട്ടുള്ളത് 6000 മുതൽ 8000 വർഷം പഴക്കമുള്ള പവിഴപ്പുറ്റുകളാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അത് തന്നെ ഇപ്പോൾ ഈ കടലിൻ്റെ ടെമ്പറേച്ചറിലുള്ള മാറ്റവും ക്ലൈമറ്റിൻ്റെ മാറ്റവും പിന്നെ പല കാരണങ്ങൾ കൊണ്ട് കുറേ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വർഷത്തിൽ ഇവിടെ വിസിറ്റ് ചെയ്യുന്നത് 2 മില്യൺ ആൾക്കാരാണ്.
ചെയ്താൽ ഗ്രേറ്റ് ബാരിയർ റീഫ് കാണാൻ പോകാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ക്രൂയിസിൻ്റെ ഉള്ളിൽ കയറി. ഇങ്ങനെ പോയി അനുഭവസ്ഥർ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു സീ സിക്നസ് ഉണ്ടാവും എന്നൊക്കെ. പക്ഷെ ഇതുപോലൊരു സീ സിക്നസ് ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. കയറി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തൊട്ട് എല്ലാവർക്കും അതെ ഈ വേവ്സിൽ കൂടെ ഇങ്ങനെ അടിച്ചടിച്ച് പോയിട്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരാൻ തുടങ്ങി. ഡിസിനെസ്സും ഛർദ്ദിക്കും. ഞാനൊരു 5 പ്രാവശ്യം ഛർദ്ദിച്ചു. അവിടെ എത്തണ വരെ 2.5 മണിക്കൂറാണ് ഇതിൽ കൂടെ പോവുക. ആ ഒരു 2.5 മണിക്കൂറിൻ്റെ ഇടയിൽ ഞാൻ 5 പ്രാവശ്യം ഛർദ്ദിച്ചു. അവർ പറഞ്ഞു ക്രൂസിൻ്റെ ബാക്ക് സൈഡിൽ കാറ്റ് കിട്ടണം, ആ പോയിൻ്റാണ് ഏറ്റവും കുലുക്കം കുറവുള്ളത്. അപ്പോൾ ഇങ്ങനെ ഛർദ്ദിക്കാനൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അവിടെ പോയി ഇരുന്നോ എന്നൊക്കെ പറഞ്ഞു. ആദ്യത്തെ ഒരു ഛർദ്ദി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ പോയി ഇരുന്നു. എന്നിട്ട് അവിടെ പോയി ഓരോ പ്രാവശ്യം ഛർദ്ദിക്കുക, കവർ അവർ വാങ്ങിക്കൊണ്ട് പോകുക, അടുത്ത കവർ തരിക. ഒരു 5 പ്രാവശ്യമൊക്കെ 2-3 പ്രാവശ്യമായപ്പം അവരിങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ, സീ സിക്നസ്സിനുള്ള മരുന്ന് ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ അത് വാങ്ങി കഴിക്കാം നമുക്ക്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു കഴിച്ചാലോ അപ്പോൾ അവർ പറഞ്ഞു ഇപ്പം ഇനി കഴിച്ചിട്ട് കാര്യമില്ല, ഇനി തിരിച്ച് പോരുമ്പോൾ കഴിച്ചാൽ മതിയെന്ന്. അത് ഭയങ്കര പൊട്ടത്തരായിരുന്നു. കാരണം സീ സിക്നസ് ഉണ്ടാവുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. എന്നാലും ഇത്രയും ഞാൻ പ്രതീക്ഷിക്കാത്തതുകൊണ്ട് ഞാൻ മരുന്ന് കഴിച്ചില്ല. മരുന്ന് കഴിച്ചിട്ട് എന്തൊരു സുഖമായേനെ. അത് കഴിഞ്ഞ് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിഞ്ഞിട്ട് മരുന്ന് കഴിച്ചിട്ടാണ് തിരിച്ചുള്ള ഈ 2.5 മണിക്കൂർ ഇങ്ങോട്ട് വന്നത്. ഫുള്ള് ഈ പറഞ്ഞ പോലെ അടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഛർദ്ദിച്ചില്ല, ഒരു കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കാൻ പറ്റി. അത് ആരെങ്കിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതൊരു ടിപ്പായിട്ട് എടുത്തോ. സീ സിക്നസ് ഉണ്ടാവും, മരുന്ന് കഴിച്ചിട്ട് പൊക്കോളൂ. കാരണം എനിക്ക് കാറിലൊക്കെ തന്നെ ഒരുപാട് യാത്ര ചെയ്യുമ്പോൾ മോഷൻ സിക്നസ് വരുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഭയങ്കര വേഴ്സായി. ഡാഡിയൊന്നും ശ്രദ്ധിച്ചൊന്നുമില്ല കേട്ടോ. കുറച്ച് പേർക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല. എന്നാലും വേറെ കുറച്ച് പേർക്ക് ഭയങ്കരമായി പ്രശ്നമായി. ഈ ഗ്രേറ്റ് ബാരിയർ റീഫ് പോയിട്ടുണ്ടെങ്കിൽ അത് കാണാനുള്ള ഏറ്റവും നല്ല 2 ഓപ്ഷനാണ് ഡൈവിങ്ങും സ്നോർക്കലിങ്ങും. ഡൈവിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് ജമ്പ് ചെയ്ത് ഉള്ളിൽ പോയിട്ട് അതിൻ്റെ അടുത്തൊക്കെ കാണാൻ പറ്റും. സ്നോർക്കലിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വായിലൊരു മൗത്ത് പീസ് വെച്ചിട്ട് മുകളിലേക്ക് ഒരു ട്യൂബൊക്കെ ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് വാട്ടറിൻ്റെ മുകളിൽ നിന്ന് കാണുക എന്നുള്ളതാണ് സ്നോർക്കലിംഗ് ഓപ്ഷൻ. പക്ഷേ ഡൈവിങ് ചെയ്യാൻ പറ്റിയില്ല ആർക്കും. കാരണം വെച്ചാൽ ഞങ്ങൾ ഡൈവിങ് ചെയ്യണവർ നെക്സ്റ്റ് 24 ഹവേഴ്സിൻ്റെ ഉള്ളിൽ ഫ്ലൈറ്റ് എടുക്കരുത്, അങ്ങനെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഡൈവിങ് ചെയ്യണവർക്ക്. അപ്പോൾ ഞങ്ങൾ നാളെ ഇവിടെ നിന്ന് തിരിച്ച് ഫ്ലൈ ചെയ്യാണ് സിഡ്നിയിലോട്ട്. അപ്പോൾ അതുകൊണ്ട് ഡൈവിങ്ങുള്ള ഓപ്ഷനേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല, സ്നോർക്കലിംഗ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവരൊക്കെ സ്നോർക്കലിംഗ് ചെയ്തു. സ്നോർക്കലിംഗ് ചെയ്തിട്ട് തന്നെ അനുഭവമൊക്കെ പറയുന്നു എന്തൊരു ബ്യൂട്ടിഫുൾ അടിയിൽ കാണാൻ നിറയെ പവിഴപ്പുറ്റുകളെന്ന്. ഇനി ഗ്രേറ്റ് ബാരിയർ ട്രിപ്പ് പ്ലാൻ ചെയ്യണവർക്കുള്ളൊരു കൊച്ചു ഉപദേശം എന്ന് വെച്ചാൽ ഒരു ടിപ്പ്. അതായത് ഈ ചെറിയ കുട്ടികളൊക്കെ കൊണ്ട് ഇങ്ങനത്തെ സ്ഥലത്ത് വരുന്നത് പറഞ്ഞാൽ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. എന്ന് വെച്ചാൽ കുട്ടികൾക്കും ആകെ ഒരു സുഖമില്ലാണ്ടായിട്ടേ. അപ്പോൾ അങ്ങനെ ചെറിയ കുട്ടികൾക്കും അതുപോലെ വയസ്സായവർക്കും അമ്മയ്ക്കിൻ്റെ അടിക്കാൻ പറഞ്ഞില്ല, അവർ സ്നോർക്കൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പ്രോപ്പർലി കാണാൻ പറ്റില്ല. ഇത്രയും സ്പെൻഡ് ചെയ്ത് അവിടെ എത്തിയിട്ട് അവർക്ക് പ്രോപ്പർ ഒരു വ്യൂ കാണാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ വയസ്സായവർക്ക്, ചെറിയ കുട്ടികൾക്ക് അവർക്കൊരു നല്ല ഡെസ്റ്റിനേഷനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. പക്ഷേ സ്നോർക്കൽ ചെയ്യാൻ റെഡി ആയിട്ടുള്ള വയസ്സായവർ ഒക്കെ അടിപൊളി ഓപ്ഷനാണ്. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ ഗ്രേറ്റ് ബാരിയർ റീഫ് എക്സ്പീരിയൻസ്. അടിപൊളിയായിരുന്നു. എന്നുവെച്ചാൽ ശരിക്കും എനിക്ക് അടുത്ത് കാണാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ചിന്തിക്കുമ്പോൾ 1 ഓഫ് ദ 7 നാച്ചുറൽ വണ്ടേഴ്സ് കണ്ടു എന്നുള്ളൊരു വലിയ സാറ്റിസ്ഫാക്ഷൻ. ദൈവാനുഗ്രഹം എന്നല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. കാരണം വെച്ചാൽ ഞാൻ വേറെ ഒന്നും കണ്ടിട്ടില്ല. വേൾഡിലത്തെ വണ്ടേഴ്സ് ആയാലും നാച്ചുറൽ വണ്ടേഴ്സ് ആയാലും ഞാൻ ഒന്നും കണ്ടിട്ടില്ല. എൻ്റെ അങ്ങനത്തെ നോക്കുകയാണെങ്കിൽ എൻ്റെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ലൊക്കേഷനിൽ പോയി ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഞാൻ പോയി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അതും എല്ലാവരും കൂടി അടിച്ചു പൊളിച്ചു. അടിപൊളി. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അടിപൊളി ഡേ വിഷ് ചെയ്യുന്നു. ഓൾ ഓഫ് യു സ്റ്റേ ബ്ലെസ്ഡ്.